നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. LBSൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ഈ അലോട്ട്മെൻറ്റ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിനേക്കാളും കുറച്ച് സീറ്റുകൾ കൂടെയാണ് ഫില്ലായിരിക്കുന്നത്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത കുട്ടികളുടെ എണ്ണം ധാരാളമാണ്. ഒരുപാട് കുട്ടികളുടെ പാരൻസും വിദ്യാർത്ഥികളും വിളിക്കുകയുണ്ടായി, ആശങ്ക പ്രകടിപ്പിച്ചു. ഒരുപാട് കുട്ടികൾക്ക് ഇനി എങ്ങനെ അഡ്മിഷൻ ലഭിക്കുമെന്നുള്ള ഒരുപാട് ചോദ്യം ചോദിച്ചു. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ഒരു കോളേജിൽ എത്ര സീറ്റ് ഇൻടേക്ക് ഉണ്ട്, എത്ര സീറ്റിലാണ് LBSലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന സീറ്റ് ഉള്ളത്, അത് എത്രത്തോളം സീറ്റ് ഫില്ലായി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വരാൻ പോകുന്ന എത്ര അലോട്ട്മെൻറ്റുകളാണെന്ന് പ്രോസ്പെക്ടസ് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഈ ഒരു സാഹചര്യത്തിൽ പാരാമെഡിക്കൽ അതുപോലെ തന്നെ BSc നേഴ്സിങ്ങിന് മെറിറ്റ് ഫീസിലോ അല്ലെങ്കിൽ ടോപ്പ് മെഡിക്കൽ കോളേജിലോ പഠിക്കാനുള്ള അവസരം ഇനിയും വിദ്യാർത്ഥികൾക്കുണ്ട്. BSc നേഴ്സിംഗ് മെറിറ്റ് ഫീസിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് അയൽ സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ്, തെലങ്കാന സ്റ്റേറ്റ്. പാരാമെഡിക്കൽ കോഴ്സുകൾ ധാരാളം കോളേജുകളിൽ ഇപ്പോഴും സീറ്റ് അവൈലബിലിറ്റി ഉണ്ട്. ഈ കോളേജുകളെ പറ്റിയും അതുപോലെ തന്നെ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഡോക്യുമെൻറ്റേഷൻ എത്രയാണ്, ഫീസ് ഏതൊക്കെയാണ്, യൂണിവേഴ്സിറ്റികൾ എന്തൊക്കെ അഫിലിയേഷൻസ് ഉണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ ഗൈഡൻസിനുമായിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്